പറഞ്ഞു, കരയണ്ട ആയിഷ, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് നീ മരിച്ചു പോകുന്നതെങ്കിലോ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്റെ കഫം ഞാൻ പൊതിയും, നിനക്ക് വേണ്ടി എന്റെ കൈകൊണ്ട് ഖബർ കുഴിക്കും, എന്നിട്ട് എന്റെ കൈകൊണ്ട് നിന്നെ ഞാൻ ഖബറിൽ ഇറക്കി വെക്കും. റസൂലുള്ളാഹി പറയുകയാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് അവിടെയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവിടെയല്ലേ നിർത്തിയേ? റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, പ്രവാചകന് തലവേദനയാണ്, വീട്ടിലേക്ക് കടന്നു വന്നു. ആ സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തലവേദന എടുത്ത് വീടിന്റെ അകത്ത് കിടക്കുന്നത്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, ഈ തലവേദന വന്ന് നീ മരണപ്പെട്ട നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും, നിന്നെ ഞാൻ കഫം പൊതിയും, നിനക്ക് വേണ്ടി നിന്നെ ഞാൻ മയ്യത്ത് നമസ്കരിക്കും, എന്റെ കൈകൊണ്ട് ഖബർ കുഴിച്ച് നിന്നെ ഖബറിന്റെ അകത്ത് ഞാൻ ഖബറടക്കും. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത് കേട്ടപ്പോൾ അങ്ങോട്ട് സഹിച്ചില്ല. അവിടെ നിന്ന് ചോദിച്ചു, നബി ഇപ്പൊ അങ്ങനെ വേണ്ട, ഇപ്പൊ അങ്ങനെ വേണ്ട. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ തന്റെ ഭാര്യയുടെ മനസ്സറിയണമല്ലോ, തന്റെ ഭാര്യയുടെ മനസ്സറിയണമല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, എനിക്കും വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ, എനിക്കും വല്ലാതെ തലവേദനിക്കുന്നു ആയിഷ. ഈ തലവേദന കാരണം ഞാനെങ്ങാനും മരിച്ചുപോയാൽ, അള്ളാന്റെ റസൂൽ അവിടെ നിന്ന് ചോദിക്കുകയാണ്, ഈ തലവേദന കാരണം ഞാനങ്ങ് മരിച്ചുപോയാ നീ എന്ത് ചെയ്യും ആയിഷ? ആയിഷയുടെ പ്രതികരണം അറിയാൻ, ആയിഷ ബീവിയുടെ മറുപടി കേൾക്കാൻ അതുവരെ പ്രവാചകൻ പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ടിരുന്ന ആയിഷ, റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, ഞാനെങ്ങാനും മരിച്ചുപോയാ നീ എന്ത് ചെയ്യും? റസൂലുള്ളാഹിയുടെ വാപത്തി പിടിക്കുകയാണ്. മുത്തുനബിയുടെ വാപത്തി പിടിച്ചിട്ട് പറയുന്നു, നബിയേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയേ, തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ നബിയോ, അത് താങ്ങാൻ കഴിയാത്തതാണ്. ആയിഷ ബീവിക്കത് താങ്ങാൻ കഴിയാത്ത കാര്യമാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് സൂചനകൾ കൊടുത്തു തുടങ്ങി. അള്ളാഹുവിന്റെ റസൂലിന് പനി പിടിച്ചു. രോഗങ്ങൾ അള്ളാഹുവേ ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം കൂടുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ജന്നത്തുൽ മുഅല്ലയിലേക്ക് കടന്നുപോയി. കുടുംബക്കാരോട് മുഴുവനും പോയി യാത്ര പറഞ്ഞു. എല്ലാവരോടും സലാം പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന് തിരിച്ചു വന്നു. ജന്നത്തുൽ ബഖീയിലേക്ക് കടന്നുപോയി. എല്ലാവരോടും യാത്ര പറഞ്ഞു. തന്റെ ഭാര്യമാരോട്, തന്റെ മക്കളോട്, മരണപ്പെട്ടവരുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിരുന്ന് ദുആ ചെയ്തു. ഓരോ ദിവസം കഴിയുമ്പോഴും പ്രവാചകന് രോഗം ഇങ്ങനെ കൂടുകയാണ്. പടച്ച റബ്ബേ, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം ഇങ്ങനെ കൂടാൻ തുടങ്ങി. പല സൂചനകളും, മരണത്തിന്റെ സൂചനകൾ അല്ലാഹുവിന്റെ റസൂല് കൊടുക്കാൻ തുടങ്ങി. അവസാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അല്ലാഹുവിന്റെ പ്രവാചകന് രോഗം കൂടിയിട്ട് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയായി. അല്ലാഹുവേ, അതാ ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ഒരു ദിവസം രോഗം പിടിച്ച് കിടക്കുന്ന പ്രവാചകന്റെ വീടിന്റെ മുന്നില് ഇഖാമത്തിന്റെ സമയമെത്തുമ്പോ ബിലാൽ തങ്ങൾ വിളിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇഖാമത്ത് കൊടുക്കാൻ സമയമായി, നമസ്കാരത്തിന് സമയമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ബിലാലേ, എനിക്ക് സുഖമില്ല ബിലാലേ, അബൂബക്കർ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറ. അല്ലാഹുവിന്റെ റസൂൽ രോഗം പിടിച്ച് കിടക്കുകയാണ്. അവിടെ നിന്ന് എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. പനി വല്ലാതെ കൂടി.